ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേന്ന് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാക്കിൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ല ഇന്നലെ. കുഞ്ഞിൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്നൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെ കേക്ക് മുറിച്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെയും കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞാക്കിൻ്റെയും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പായസം ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. അപ്പുറത്തെ വീട്ടില് ഇംഗ്ലീഷുകാരി ഉണ്ട്. ഇംഗ്ലീഷുകാരി ഇങ്ങോട്ട് എന്നെ വിളിച്ച്, എൻ്റെ കൂട്ടുകാരിയാണ്. എന്നിട്ട് അവള് വെജിറ്റേറിയനാണ്. അവൾക്ക് പായസം ട്രൈ ചെയ്യാൻ കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് പോവണ്ട. അവളുടെ അച്ഛനും വന്നു. അവളുടെ അച്ഛനൊക്കെ ഇത്തിരി തിന്നു കഴിഞ്ഞിട്ട് അവളെ കൂട്ടി പോവാന്ന് പറഞ്ഞപ്പോ അവള് പോകുന്നില്ല. അവള് സ്റ്റെപ്പിന്റെ വെള്ളോട്ട് കയറിപ്പോയി. അച്ഛൻ പോയി ഒറ്റ എടുക്കല് ചെറിയ വാവേനെ പോലെ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകായിരുന്നു വായെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു ബലൂൺ എടുത്ത് ഇങ്ങനത്തെ ബലൂൺ എടുത്ത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് അവള് പോയി വായെന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു. അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എത്ര രാത്രി ആയെന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. അനിയൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ തുണി മേടിക്കാൻ വന്നതാണ്. അത് ഞങ്ങൾ തുണി ഫസ്റ്റേജ് കാണിച്ചു തരുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാനിങ്ങനെ തുണി എടുക്കുന്നു. പക്ഷെ ഞാൻ എടുக்கிறൊക്കെ നടക്കുകയാണ്. കണ്ട ഞാൻ കാണിച്ചതാവേ. ഞാൻ വീട്ടിലൂടെ വെറുതെ നടക്കാം. നിങ്ങൾ പുറകെ വന്നിട്ട്
Attention customers, this store will be closing in 5 minutes. Could you kindly... ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഇവിടെ പാടുന്നുണ്ട് ഒരു ചേട്ടൻ. അത് അടുത്ത പ്രാവശ്യം പറ്റുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയോ? ഇല്ല, ഇങ്ങനെ ഇരിക്കും പഠിച്ചാലേ. നല്ല രസമുണ്ട്. പിന്നെ അവർക്ക് ട്രെയിൻ എടുത്ത് വെച്ചിട്ട് കാണാൻ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പോവാം. അതുകൊണ്ടാണ് ഞാൻ സ്ഥിതി പറയുന്നത്. ഇവിടെ ഒരു ഞാനുണ്ട് അതേ അവിടെ കണ്ടു ട്രെയിൻ. എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ പോയാലാണ് നമുക്ക് ആ മാളിലെന്താ നമ്മൾ തുണി മേടിക്കാൻ പോയത്. ഇവിടെ എവിടെയാണ് അതൊന്ന് മറന്നുപോയി, പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ ചിത്രം പഠിച്ചു വെച്ചേക്കും. അവിടെ ഒരു ചിത്രം, അതെ പക്ഷിയുടെ, അതെ അവിടെ ഒരു ചിത്രം. ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ നല്ല രസമുള്ള പിക്ചറുകൾ വരാൻ പോകുന്നത്. ലൈറ്റ് വെക്കുമ്പോൾ പ്രാവ് മനുഷ്യനെക്കാട്ട് വലുതാണ് പ്രാവ്. വന്നിട്ടുണ്ട്. എനിക്കറിയില്ല. അത് അച്ഛൻ്റെ അവിടെ ഒരു ആളുണ്ട്. അതുപോലെ കാണാറുണ്ട്. അതാണ്
കുണ്ടാ ചേച്ചല്ലായിരിക്കണം.